നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 838 838. ഇനി 39-40 കൂടി ബാക്കിയുണ്ട്. അത് മാനേജ് ചെയ്തിട്ടുണ്ട് ഇന്നലെ തന്നെ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 838. അത് വന്നിട്ട് സർഗം 90 ഭാഗവത സംക്ഷേപം എന്നുള്ളതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 36-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതെന്തായിരുന്നു? ഭൂഭാരം പാണ്ഡവന്മാരെ കൊണ്ടു തീർപ്പിച്ച് വാണതും തൻകുലം വിപ്രരെ കൊണ്ടു ശപിപ്പിച്ചു മുടിച്ചതും എന്ന് പറഞ്ഞു അല്ലേ. ഇനി 37 എന്താ പറഞ്ഞു നോക്കുക. ജ്ഞാനവിജ്ഞാനവും ധർമ്മതത്വവും കരുണാനിധി ഉദ്ധവൻ ഉപദേശിച്ചുള്ളതും സർവേശ്വരേശ്വരൻ ജ്ഞാനവിജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്, ധർമ്മതത്വവും കരുണാനിധി ആര്? സാക്ഷാൽ ശ്രീഹരി. ഉദ്ധവൻ ഉപദേശിച്ചുള്ളതും സർവേശ്വരേശ്വരൻ. യോഗത്താൽ മാനുഷം ലോകം വിട്ടു തൻ പദമാർന്നതും വൈകുണ്ഠപ്രാപ്തി പ്രാപിച്ചതും. യോഗത്താൽ മാനുഷം ലോകം വിട്ടു തൻ പദമാർന്നതും കലികാലത്തിലുളവാം പലമാതിരി ധർമ്മവും. കലികാലത്തിലുണ്ടാവുന്ന വിശേഷപ്പെട്ട ധർമ്മങ്ങൾ. പക്ഷേ കലിയെ സന്ധരിക്കാൻ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 36 അക്ഷരമുള്ള 18 നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ കലി ബാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കലികാലത്തിലുളവാം പലമാതിരി ധർമ്മവും നാമസങ്കീർത്തനത്തിൻ്റെ മഹത്തായുള്ള വീര്യവും. ഒരാൾക്കും ഇത്രയെന്ന് പറയാൻ പറ്റില്ല, അനുഭവിക്കണം. നാമസങ്കീർത്തനത്തിൻ്റെ മഹത്തായുള്ള വീര്യവും. പ്രളയം 4 തരവും 3 മട്ടുഭവങ്ങളും കൃതാർത്ഥനാം വിഷ്ണുരാധൻ മർത്യദേഹം വെടിഞ്ഞതും. അതായത് കൃതാർത്ഥനാം ആര്? പരീക്ഷിത് മഹാരാജാവ് മർത്യദേഹം എങ്ങനെ വിട്ടു പറയണ്ടായി. അതും വേദം വീതിച്ചതും യാജ്ഞവൽക്യാദിത്യദേവനെ. വേദം എങ്ങനെ വിഭജിക്കപ്പെട്ടു. പിന്നെ യാജ്ഞവൽക്യൻ എങ്ങനെയാണ് ആദിത്യദേവനെ, അതായത് സൂര്യനെ ഉപാസിച്ചത്, സ്തുതിച്ചത്. പുണ്യമായ മാർക്കാണ്ഡേയ ചരിതവും. മാർക്കാണ്ഡേയ മഹർഷിക്ക് മാർക്കാണ്ഡേയ മഹർഷിയുടെ ചരിതം വളരെ പരിപാവനാണ്. സ്തുതിച്ചതും പുണ്യമായ മാർക്കാണ്ഡേയ ചരിത്രവും. വിരാൽ പുരുഷ വിന്യാസം സൂര്യവ്യൂഹക്രമങ്ങളും. 12 മാസങ്ങളിൽ എങ്ങനെയാണ് സൂര്യൻ്റെ സഞ്ചാര പഥങ്ങൾ. വിരാൽ പുരുഷ വിന്യാസവും. വിരാട് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദിച്ചതിനനുസരിച്ചോദിനെ ഞാൻ ദ്വിജേന്ദ്രരെ. സൂതൻ പറയണു, ഹേ ശൗനകാദി മഹർഷിമാരെ, നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചോദിച്ചതിനനുസരിച്ചോദിനെ ഞാൻ ദ്വിജേന്ദ്രരെ. അവതാരാദി ഭഗവൽ പുണ്യലീലകൾ മിക്കതും. അവതാരാദി ഭഗവൽ പുണ്യലീലകൾ മിക്കതും. അവർണ്ണനീയം ഭഗവൽ കൃപാവൈഭവം അത്ഭുതം. എത്ര വാഴ്ത്തിയാലും പോരാ. എന്തിന്? അവർണ്ണനീയം, വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അവർണ്ണനീയം ഭഗവൽ കൃപാവൈഭവം അത്ഭുതം. വീണോ കാലൊന്നിടറിയോ മറ്റോ വിവശനായുടൻ. ചാണകം ചവിട്ടി വീഴാം, പഴത്തോല് ചവിട്ടി വീഴാം, മറ്റു തരത്തിലെ എണ്ണ, നെയ്യ്, കൊഴുപ്പുള്ള പദാർത്ഥങ്ങൾ
ചീഞ്ഞ ഇലകൾ ഒക്കെ ചവിട്ടി വീഴാം. പക്ഷേ ഒരു സെർട്ടൈൻ പീരീഡ് കാല് വഴുതിയാൽ അവിടെ നിൽക്കും. അപ്പം നമ്മൾ പറയും ഹരി, തുമ്പിയാൽ ഹരി അല്ലേ? അതുകൊണ്ടാണ് ഹരേ നമ എന്നാണ് പറയേണ്ടത്. അതിന് ഷോർട്ട് കട്ട് ഹരി. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച എത്ര ഹരി 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 ജപിച്ചിട്ടുണ്ടാവണം അച്ഛനമ്മയും. നമ്മളെ സമയമാകുമ്പോൾ നമ്മൾ നിർത്തി. കാരണം നമ്മൾക്കത് എന്താ ഓൾഡ് ഫാഷനാണ് തെറ്റിദ്ധരിച്ചു നമ്മൾ. ഞാനത് കുട്ടിക്കാലത്ത് തന്നെ ഇതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല എന്ന് എനിക്ക് എൻ്റെ അച്ഛൻ അമ്മയെ കൂട്ടണ്ട പാവം അച്ഛൻ പറഞ്ഞു തരിക. കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഹരിയനെ വിട്ടിട്ട് ഒരു കളിയില്ല. അതുകൊണ്ടാണ് അവർണ്ണനീയം ഭഗവത് കൃപ വൈഭവം അത്ഭുതം വീണോ കാലം നിടറിയോ മറ്റോ വ്യസനായുടൻ ഹരയേ നമ ഹരയേ നമ ഹരയേ നമ. എത്രത്തോളം നീട്ടാൻ പറ്റും ശ്രമിച്ചു നോക്കൂ. ശ്വാസതടസ്സം ഇല്ലാതെ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ ഉണ്ടാവും. ഹരയേ നമ. അപ്പോൾ ഹരയേ നമ എന്നൊന്നുറക്കെ ശബ്ദിച്ചു ഭൂവിയിൽ പാപങ്ങളകിലം നീങ്ങി വിളങ്ങും അവനത്രയും. പാപങ്ങൾ അഖിലം എന്നാണ് പറഞ്ഞത്. ലവലേശം ബാക്കിയല്ലാണ്ട് എല്ലാം ശരിയാവും. വിശ്വൈകനായകൻ തൻ്റെ പേർ വിളിപ്പതു കേൾക്കവേ, വിശ്വൈകനായകൻ തൻ്റെ പേർ വിളിപ്പതു കേൾക്കവേ എന്താ ഉണ്ടായത് പറയണു. പാവപ്പെട്ടുള്ള ഭക്തൻ്റെ ഹൃദയത്തിൽ അണഞ്ഞുടൻ. സത്യത്തിൽ ഭഗവാൻ ചൈതന്യവത്തായിട്ട് ഉള്ളിലുണ്ട്. അവിടുന്ന് സട കുടഞ്ഞ് എഴുന്നേൽക്കുന്നതാണ് പറഞ്ഞത്. പാവപ്പെട്ടുള്ള ഭക്തൻ്റെ ഹൃദയത്തിൽ അണഞ്ഞുടൻ അനാദിയാം എത്രയെത്ര കനത്തേടിന പാപവും. ഏതൊക്കെ ജന്മത്തെ അട്ടിയായിട്ട് കിടക്കുന്ന പാപങ്ങളെയും ഭഗവാൻ എന്തു ചെയ്യും? നാമാവശേഷാക്കും. അനാദിയാം എത്രയെത്ര കനത്തീടിന പാവവും വലിച്ചകറ്റും ഗോവർദ്ധനാദ്രി പൊങ്ങിച്ച കൈകളാൽ. ഭഗവാന്റെ കയ്യിൻ്റെ ശക്തി എന്താ? അത് ഗോവർദ്ധന പർവ്വതം പിടിച്ച് 7 ദിവസം ചെറുവിരലുകൊണ്ട് ഉയർത്തി നിന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിനാണോ ബുദ്ധിമുട്ട്? ആകയാൽ മർത്യജന്മം കൈവന്നവൻ നാവിനാൽ ഇനി സർവേശ്വരൻ്റെ നാമങ്ങൾ കീർത്തിച്ചിടണം ആവതും. ഇതാണ് കുട്ടിക്കാലത്ത് പഠിക്കണം പറഞ്ഞത്. നാരായണ 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 എന്ന് 4 അക്ഷരം എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭഗവാന് പല പല നാമങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നാമം റെഗുലറായിട്ട് ജപിക്കുക. അപ്പം എന്തായി? ആ ഇൻറ്റൻസിറ്റി കൂടും, അതിന് ഫലം ജാസ്തി ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ നാമം ചെല്ലരുത്. എല്ലാ ദിവസവും ഒരേ നാമത്തിൽ നിൽക്കുക. അപ്പോൾ ആകയാൽ മർത്യജന്മം കൈവന്നവൻ നാവിനാൽ ഇനി സർവേശ്വരൻ്റെ നാമങ്ങൾ കീർത്തിച്ചിടണം ആവതും. ഭഗവൻ നാമമേ സത്യം, ഭഗവൻ നാമമേ സത്യം, ഭഗവത് കഥയേ സുഖം, ഭഗവത് കഥയേ സുഖം. അതൊന്നു മാത്രം സഫലം, അതൊന്നു മാത്രം സഫലം ഭക്തിമാർക്ക് മന്നിതിൽ. ഭഗവൻ നാമമേ സത്യം, ഭഗവത് കഥയേ സുഖം, അതൊന്നു മാത്രം സഫലം മതിമാന്മാർക്കു മന്നിതിൽ. മതിമാന്മാർക്ക് എന്ന് പറയുന്നത് സന്തുഷ്ടിയുള്ളവർക്ക് എന്നർത്ഥം. അതേ പുണ്യം, അതേ രമ്യം, അതേ ദുഃഖവിമോചനം, അതൊന്നേ പഴകാതെന്നും വിലസും നിത്യനൂതനം. അതാണ് ശരി. അതേ പുണ്യം, അതേ രമ്യതേ, അതേ രമ്യം, അതേ ദുഃഖം, ദുഃഖവിമോചനം, ദുഃഖം വിമോചനം, അതൊന്നേ പഴകാതെന്നും വിലസും നിത്യനൂതനം. അതല്ലാതെന്തു മർത്യന്നു മടുക്കാത്ത മഹോത്സവം. ബാക്കിയൊക്കെ മടുപ്പുണ്ടാവും. നേരെ മറിച്ച് ഭഗവാന്റെ നാമങ്ങൾ സദാസമയം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മടുപ്പുണ്ടാവില്ല. അതല്ലാതെന്തു മർത്യന്നു മടുക്കാത്ത മഹോത്സവം. സർവേശ്വരനിൽ മുട്ടാത്തതൊക്കെയും പതിർമാത്രമാം. സർവേശ്വരനിൽ മുട്ടാത്തതൊക്കെയും പതിർമാത്രമാം. കാര്യപ്പെട്ടതൊക്കെ നടക്കും. പതിര് നമ്മളാരും ശ്രദ്ധിക്കില്ല. പതിര് അങ്ങനെ ആയിപ്പോയിക്കോട്ടെ.
അതാ പറയാൻ കാരണം. അതല്ലാതെന്തു മർത്യനുമടുക്കാത്ത മഹോത്സവം സർവേശ്വരനിൽ മുട്ടാത്തതൊക്കെയും പതിർ മാത്രമാം ഭഗവത് കീർത്തിയിലേക്കെത്തവറും രചനമന്നിതിൽ ഭഗവത് കീർത്തിയേൽക്കാത്ത വെറും രചന മന്നിതിൽ വിഷയാസക്തരയോർക്കൂ രമണീയങ്ങളെങ്കിലും. വിഷയാസക്തന്മാർക്ക് ഭഗവത് കഥകൾ ഇഷ്ടാവില്ല. ഭഗവത് കഥകൾ ഇഷ്ടായവന് തുച്ഛ വസ്തുക്കളിൽ താല്പര്യം തോന്നില്ല. ഭഗവത് കീർത്തിയേൽക്കാത്ത വെറും രചനമന്നിതിൽ വിഷയാസക്തരായോർക്ക് രമണീയങ്ങളെങ്കിലും തൊടാ പരമഹംസന്മാരടുത്തേടാ വിവേകികൾ കാകങ്ങൾക്കുള്ളതാം എച്ചിൽ കുപ്പയാണവ കേവലം. എന്താ പ്രസൻറ്റേഷൻ ശബ്ദം! എന്താണ് പറഞ്ഞത്? തൊടാ പരമഹംസന്മാർ വിഷയങ്ങൾ പരമഹംസന്മാരും സത്തുക്കളൊന്നും തൊടില്ല. അതാണ് തൊടാ പരമഹംസന്മാർ അടുത്തീടാ വിവേകികൾ. വിവേകമുള്ളവരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കില്ല. വിവേകികൾ കാകങ്ങൾക്കുള്ളതാം എച്ചിൽ, കാക്കയ്ക്കുള്ള എച്ച് കുപ്പയാണ്. എച്ചിൽ കുപ്പയാണവ കേവലം ഭഗവത് കീർത്തി സൗരഭ്യം. ഭഗവത് ഭക്തിയിൽ ആറാടിയിരിക്കുന്നവർക്ക് എന്തുണ്ട്? സൗരഭ്യം. അപ്പോൾ ഭഗവത് കീർത്തി സൗരഭ്യം വീശും വരികളെത്രയും അബദ്ധമെങ്കിലും പുണ്യാത്മാക്കൾ വന്നാസ്വദിച്ചിടും. അതിൽ തെറ്റുണ്ടാവാം, പക്ഷേ ആസ്വാദനത്തിൽ കമ്മിണ്ടാവില്ല എന്നാണ്. ശ്രീഹരേ നമഃ എന്ന് വിളിച്ചാൽ മതി. ഭഗവത് കീർത്തി സൗരഭ്യം വീശും വരികളെത്രയും അബദ്ധമെങ്കിലും പുണ്യാത്മാക്കൾ വന്നാസ്വദിച്ചിടും. വർണ്ണാശ്രമങ്ങളും മറ്റും ഭക്തിഹീനങ്ങളാവുകൾ വെറും പ്രകടനത്തിനും പേരിനും പദവിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോക. വർണ്ണാശ്രമങ്ങൾ, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസം. വർണ്ണാശ്രമങ്ങളും മറ്റും ഭക്തിഹീനങ്ങളാവുകിൽ, ഭക്തി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ചണ്ടാളനും ബ്രാഹ്മണനും ഒന്നാണ് ഭക്തി ഇല്ലെങ്കിൽ. ഭക്തി കൂടിയാൽ ബ്രാഹ്മണനായി, നെക്സ്റ്റ് ക്ഷത്രിയൻ, അതിൻ്റെ നെക്സ്റ്റ് ബ്രാഹ്മണ ക്ഷത്രിയ പിന്നെ എന്താ പറയുക ക്ഷത്രിയ, മറ്റേ കച്ചവടക്കാരൻ, അത് കഴിഞ്ഞാൽ ശൂദ്രൻ. അപ്പോൾ അത് വക വ്യത്യാസത്തിലല്ല, എമൗണ്ട് ഓഫ് ഭക്തി എത്രയുണ്ട്. ക്ഷത്രിയൻ, വൈശ്യൻ, കച്ചവടക്കാരൻ. അപ്പോൾ വർണ്ണാശ്രമങ്ങളും മറ്റും ഭക്തിഹീനങ്ങളാവുകൾ വെറും പ്രകടനത്തിനും പേരിനും പദവിക്കുമാം ശ്രവണാദികളാം ആ മട്ടിലല്ല വിശ്വേകനാഥനിൽ പരമപ്രേമം ഉൾക്കാമ്പിൽ വളർത്തി വിലസുന്നതാം. ശ്രവണാദികളാ കേട്ടിട്ട് ഉറയ്ക്കണം, എന്നിട്ട് മനനം ചെയ്യണം. അപ്പോൾ ശ്രവണാദികൾ ആ മട്ടിലല്ല, അല്ല വിശ്വൈകനാഥനിൽ പരമപ്രേമമുൾക്കാമ്പിൽ, പരമപ്രേമം ഉള്ളിലുണ്ടായാൽ വളർത്തി വിലസുന്നതാം. അത് പെരുകി വരും. ധന്യരാം നിങ്ങൾ ഈ വണ്ണം ഇത്രയും വാസുദേവനെ ഭജിച്ചിടുന്നതായി കണ്ടു തന്നെ ഞാൻ ചരിതാർത്ഥനാം. ഇതാരാ പറഞ്ഞത്? സൂതൻ പറയാ ഞാൻ ധന്യരാം നിങ്ങൾ ഈ വണ്ണം ഇത്രയും വാസുദേവനെ ഭജിച്ചിടുന്നതായി കണ്ടു തന്നെ ഞാൻ ചരിതാർത്ഥനം. ശൗനകാദി മഹർഷിമാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണല്ലോ ഭാഗവതം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് വ്യാസാത്മജൻ വിഷ്ണുരാധൻ ഉപദേശിച്ചത് ഈ വിധം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഏത് വിധം, എങ്ങനെയാണ് ശുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തത്, അത് ഞാനും കേട്ടിട്ടുണ്ട്. അത് ഞാൻ വള്ളി പുള്ളി വ്യത്യാസം വരാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വ്യാസാത്മജൻ വിഷ്ണുരാധൻ ഉപദേശിച്ചത് ഈ വിധം സ്മരിപ്പിച്ചതെനിക്കോർക്കിൽ മഹത്തായൊരനുഗ്രഹം. എനിക്ക് അത് ഓർത്ത് പറയാൻ സാധിച്ചത്
എനിക്കുള്ള ഗുരുത്വമാണ് എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. സ്മരിപ്പിച്ചതിൻ എനിക്കോർക്കിൽ മഹത്തായൊരനുഗ്രഹം നിങ്ങൾ തൻ മുമ്പിൽ ഈ വണ്ണം ഭഗവല്ലീല ഇത്രയും കീർത്തനീയങ്ങൾ കീർത്തിപ്പാൻ തരപ്പെട്ടത് ഭാഗ്യമായി. എന്താണ്? നിങ്ങൾ തൻ മുമ്പിൽ ഈ വണ്ണം ഭഗവല്ലീല ഇത്രയും കീർത്തനീയങ്ങൾ കീർത്തിപ്പാൻ തരപ്പെട്ടതു ഭാഗ്യമായി. ഭക്തിപൂർവകം ഈ ദിവ്യഗ്രന്ഥം ശീലിച്ചിടുന്നവൻ, അവിടെയാണ് എനിക്കുള്ള സന്തോഷം. ഭക്തിപൂർവകം ഈ ദിവ്യഗ്രന്ഥം ശീലിച്ചിടുന്നവൻ ഭഗവാൻ അരുളി ചെയ്തത് അതേ പദമണഞ്ഞിടും. ഭഗവാൻ അരുളി ചെയ്തത് നിങ്ങൾക്ക് ഞാൻ സായുജ്യ സാമീപ്യ സാലോക്യാദികൾ തരും. നിങ്ങളെ ഞാൻ വൈകുണ്ഠത്തിൽ എൻ്റെ കൂടെ ചതുർബാഹുക്കളാക്കി തീർത്ത് നമ്മളിൽ ഭേദവ്യത്യാസമില്ലാതെ കണ്ട് നമ്മൾ ലീലാവിനോദമാടും. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഭക്തിപൂർവകം ഈ ദിവ്യഗ്രന്ഥം ശീലിച്ചിടുന്നവൻ ഭഗവാൻ അരുളി ചെയ്തരതേ പദമണഞ്ഞിടും. കേട്ടോ, നാൾ തോറും ഒട്ടെങ്കിലും ഈ അമൃതം നുകരുന്നവൻ. ഓരോ ദിവസവും കുറേശ്ശെ ഇതിങ്ങനെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ശീലിക്കുക. ഇപ്പം ഞാനത് 840 നാളും മറ്റന്നാളും കൂടി ഞാൻ കഴിക്കുള്ളൂ. ഇത് 840 എപ്പിസോഡ് ഓൺ ആൻ ആവറേജ് 20, 25, 30 മിനിറ്റ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ സേഫർ സൈഡ് ഒരു 800, 400 മണിക്കൂർ, 400 അവേഴ്സ്, 400 അവേഴ്സ്. ആലോചിച്ച് നോക്കൂ, 400 അവേഴ്സ്. എനിക്ക് തന്നെ അത്ഭുതം കൂടാ. അപ്പോൾ 840 ദിവസം എന്ന് പറഞ്ഞാൽ അല്ലേ, 365 കൊണ്ട് ഹരിച്ചു നോക്കുക എത്ര ദിവസമായി എന്നുള്ളത്. അപ്പോൾ നാൾ തോറും ഒട്ടെങ്കിലും ഈ അമൃതം നുകരുന്നവൻ ദേഹത്തിനും മനസ്സിനും വാക്കിനും ശുദ്ധിയേകിടും. അതായത് ദേഹത്തിന് ശുദ്ധിയുണ്ട്, മനസ്സിന് ശുദ്ധിയുണ്ട്, വാക്കിന് ശുദ്ധി ഉണ്ടാവും. ഏകാദശ്യാദിയാം പുണ്യ ദിവസങ്ങളിൽ ഈ കഥ കേൾപ്പോനും ആയുഷ്മാനായി വിളങ്ങളും. ഒരു മാസത്തിൽ 2 ഏകാദശി വരും. ഏകാദശി ദിവസം ഭാഗവതം വായിക്കാം. അപ്പോൾ ഏകാദശ്യാദിയാം പുണ്യ ദിവസങ്ങളിൽ ഈ കഥ കേൾപ്പോനും ആയുഷ്മാനായി വിളങ്ങിടും. ഹരിദ്വാരം, ഋഷികേശം, ഗോകുലം, ദ്വാരകാപുരം, വൃന്ദാവനം, ജഗന്നാഥം, പുഷ്കരം, പണ്ഡരീപുരം, കന്യാകുമാരി, ഗോകർണം, മൂകാംബിക, മരുതാലയം, മന്ത്രാലയം, മധുര തൊട്ടുള്ള പുണ്യസ്ഥലങ്ങളിൽ ഇതൊരാവൃത്തി വായിക്കിൽ പോലും പാവവിമുക്തമാം. ഇത് ഒരാവർത്തി വായിക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവിടെ നിർത്താം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 18 മിനിറ്റ് ആയിട്ടുള്ളൂ, മതി. നമുക്കിത് ഭംഗിയായിട്ട് ടെൻഷനില്ലാണ്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്നുകൂടി ഒരു 4 വരി പറയാം. നാൾ തോറും ഒട്ടെങ്കിലും ഈ അമൃതം നുകരുന്നവൻ ദേഹത്തിനും മനസ്സിനും വാക്കിനും ശുദ്ധിയേകിടും. ഏകാദശ്യാദിയാം പുണ്യ ദിവസങ്ങളിൽ ഈ കഥ കേൾപ്പോനും ആയുഷ്മാനായി വിളങ്ങിടും. ഹരിദ്വാരം, ഋഷികേശം, ഗോകുലം, ദ്വാരകാപുരം, വൃന്ദാവനം, ജഗന്നാഥം, പുഷ്കരം, പുണ്ഡരീപുരം, കന്യാകുമാരി, ഗോകർണം, മൂകാംബി, മരുതാലയം, മന്ത്രാലയം, മധുര തൊട്ടുള്ള പുണ്യസ്ഥലങ്ങളിൽ ഇതൊരാവൃത്തി വായിക്കിൽ പോലും പാവവിമുക്തനാം. ശ്രീഹരേ നമ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും വേണ്ടത്ര ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സീനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.